രാഹുൽ ഗാന്ധി മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അതറിയോ? മോദി ഗ്യാരണ്ടി എന്താണ്? ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു വാഗ്ദാനാണ് എന്നുള്ളത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നവിടെ പറഞ്ഞിട്ടുള്ളത്. മോഡി ഗ്യാരണ്ടി ഒരു ഗ്യാരണ്ടി അല്ല, അതൊരു വാഗ്ദാനാണ്. അതെങ്ങനെയാണ് ഗ്യാരണ്ടിയായി മാറുക എന്ന് പറഞ്ഞാൽ, മുൻപ് ഭരിക്കുന്ന സമയങ്ങളിൽ നടപ്പിലാക്കിയാൽ മാത്രമേ അത് ഗ്യാരണ്ടി ആകുള്ളൂ എന്ന് പറഞ്ഞ ആരാ? രാഹുൽ ഗാന്ധിയാ. ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവിടെ വന്നിട്ട് പറയുന്നത്, ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുൻ സർക്കാർ ഭരിച്ച സമയത്ത് ഇത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അത് ഗ്യാരണ്ടി ആവുള്ളൂ, അല്ലെങ്കിൽ അത് വാഗ്ദാനമാവും. ഇത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്യാരണ്ടി യുദ്ധം നടത്തുന്നതിനേക്കാളും കൂടുതൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 2021-ലും 2016-ലും ഒക്കെ പ്രിൻ്റ് ചെയ്ത് അതേ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് വായിച്ചു എന്നുള്ളതിനേക്കാൾ അപ്പുറം കനകോല് വേറൊന്നും ചെയ്തിട്ടില്ല. കനകോല് ചെയ്തത് എന്താ? കർണാടകയിൽ പ്രിൻ്റ് ചെയ്തതും തെലങ്കാനയിൽ പ്രിൻ്റ് ചെയ്യുന്നതുമായ സാധനം നേരെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു. രാഹുൽ ഗാന്ധി അത് വായിച്ചു, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തു എന്നുള്ളതിനേക്കാളും അപ്പുറം ഒന്നും നടന്നിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന്, എന്താ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് വികസനം നടക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. 2016 ഇലക്ഷനോട് അടുത്തുള്ള ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ കേരളം കണ്ടെന്താ അറിയോ? തറക്കല്ലിടലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ നിൽക്കാതെ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഓടുകയായിരുന്നു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? തറക്കല്ലിടാൻ വേണ്ടിയിട്ട്. അവിടെ തറക്കല്ലിടുന്നു, ഇവിടെ തറക്കല്ലിടുന്നു, പിന്നെ എന്താണ് നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്റ്റിന് തറക്കല്ലിടുന്നു, എയർപോർട്ടിന് തറക്കല്ലിടുന്നു, മെട്രോയ്ക്ക് തറക്കല്ലിടുന്നു, ഭൂലോകം തറക്കല്ലിടലായിരുന്നു. ഇപ്പോൾ നടക്കുന്നത് എന്താ അറിയോ? ഇപ്പോൾ നടക്കുന്നത് ഉദ്ഘാടനങ്ങളാണ്. പാലങ്ങൾ, റോഡുകൾ, ഹൈവേകൾ എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത്. ഇതാണ് ഈ രണ്ട് സർക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ജനങ്ങളിൽ കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. 2500 രൂപയാണ് പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ?